ഹലോ കുട്ടികളെ, എസ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ സുഭാഷ് കുമാർ. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഫിസിക്സ് അധ്യാപകനായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ടീച്ചർ ട്രെയിനർ കൂടിയാണ്. നമുക്കൊരു ഓഫ്ലൈൻ സെന്റർ ഉണ്ട് ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുനലൂരിൽ. നമുക്കൊരു ഓഫ്ലൈൻ സെന്റർ +1 +2 സ്റ്റേറ്റ് ആൻഡ് CBSE കുട്ടികൾക്ക് JEE, NEET, KEAM തുടങ്ങിയ എൻട്രൻസ് എക്സാമുകളെ ബേസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഓഫ്ലൈൻ സെന്റർ കൂടി നമുക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ SK ഫിസിക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ +1 +2 സ്റ്റേറ്റ് ആൻഡ് CBSE കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഫിസിക്സ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓഫ് കോഴ്സ് തീർച്ചയായും ചാപ്റ്റർ വൈസ് വീഡിയോസ്, ഷോർട്സ്, ലൈവ് വീഡിയോസ് എല്ലാം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ കുട്ടികൾക്കാണെങ്കിലും സ്റ്റേറ്റ് CBSE എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ എല്ലാ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദയവായി നമ്മുടെ SK ഫിസിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം എല്ലാ വിവരങ്ങളും നമ്മൾ ആ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ചാപ്റ്ററോട് കടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. +1 ടോപ്പിക്കാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. +1 ചാപ്റ്റർ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ചാപ്റ്ററോട് കടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഇതിനകത്ത് 2 ഭാഗങ്ങളാണുള്ളത്. യൂണിറ്റ്, മെഷർമെന്റ്. നമുക്കറിയാം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റീസ് നമ്മൾ അതിനെല്ലാം വിളിക്കുന്ന പേര് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് മെഷർ ചെയ്യാം. ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. എന്താണ്? ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചാൽ എന്താണ്? ഒരുപാട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും, മാസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, ലെങ്ത്, ടൈം, ഡെൻസിറ്റി, വോളിയം, പ്രഷർ, ഏരിയ, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. കെമിസ്ട്രിയിലും ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും കെമിസ്ട്രിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഈ ക്വാണ്ടിറ്റീസ്, എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ? അത് ഇൻസ്ട്രുമെന്റ് കൊണ്ട് മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ? അതോ മറ്റെന്തെങ്കിലും ഇക്വേഷൻസ് ആവശ്യമുണ്ടോ? അപ്പൊ നമുക്കറിയാം ചില ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് മാത്രം മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്. നമുക്ക് മാസ് ഈസി ആയിട്ട് മെഷർ ചെയ്യാം. നമുക്കൊരു ഒരു ഫിസിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ബീം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാസ് നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ലെങ്ത് മെഷർ ചെയ്യാം? ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്കൊരു റൂളർ, ഒരു മീറ്റർ സ്കെയിൽ എടുത്താൽ മതി. ഒരു ടേപ്പോ, ഒരു മെഷറിംഗ് ടേപ്പോ, അല്ലെങ്കിൽ ഒരു റൂളറോ, ഒരു സ്കെയിലോ, നമ്മൾ പറയുകയാണെങ്കിൽ മീറ്റർ സ്കെയിൽ, ഇതൊക്കെ എടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വാച്ച്, ഒരു ക്ലോക്ക് കൊണ്ട് നമുക്ക് ടൈം മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ചില ക്വാണ്ടിറ്റീസ് നമുക്ക് ഈസിയായി ഇൻസ്ട്രുമെന്റ് സഹായത്തോടു കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റു ചില ക്വാണ്ടിറ്റീസ് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെന്റ് സഹായത്തോടു കൂടി മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് ചില ഇക്വേഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ ഇക്വേഷൻസ് ആവശ്യമില്ലാതെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റീസിന് മറ്റു ഒരു ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഒരു ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട്
ആ ക്വാണ്ടിറ്റീസ് നമുക്ക് ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് എന്നും പറയാം. അപ്പൊ നോക്ക്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി തിരിക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ബേസ് ക്വാണ്ടിറ്റീസ്, അതായത് അതിന് ആ ക്വാണ്ടിറ്റീസിന് മറ്റ് ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധമില്ല. അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ പേരെല്ലാം ഒന്ന് തന്നെയാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ഇൻഡിപെൻഡന്റ് ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് എനിബഡി, എനി അതർ ക്വാണ്ടിറ്റീസ്. മറ്റ് ആരെയും ഇത് ഡിപെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മറ്റാരെയും ഡിപെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആയ ബേസ് ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ ക്വാണ്ടിറ്റീസ് ഒന്നും മറ്റ് യാതൊരു ക്വാണ്ടിറ്റീസുമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പൊ മാസ് മെഷർ ചെയ്യാൻ നമുക്കൊരു ബീം ബാലൻസ് മതിയാകും. ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്കൊരു റൂളർ അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിൽ മതിയാകും. ടൈം മെഷർ ചെയ്യാൻ നമുക്കൊരു വാച്ച് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് മതിയാകും. അപ്പൊ ഇതെല്ലാം ഒരു ഇൻസ്ട്രുമെന്റ് സഹായത്തോടു കൂടി മറ്റ് ഇക്വേഷൻസ് ഒന്നും കൂടാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റീസിന്റെ പേര് പറയുക ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ഞാൻ ആദ്യം എക്സാമ്പിൾസ് പറയാം, 2-3 എക്സാമ്പിൾസ് പറയാം. എക്സാമ്പിൾ, പ്രഷർ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, ഫോഴ്സ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്ക് ഈ മൂന്ന് എക്സാമ്പിൾസും നോക്കുമ്പോൾ മനസ്സിലാവും, ഈ 3 എക്സാമ്പിൾസ്, അതായത് മാസ്, ലെങ്ത്, ടൈം, ഈ 3 ക്വാണ്ടിറ്റീസിന് മറ്റ് ക്വാണ്ടിറ്റീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ പ്രഷർ, ഡെൻസിറ്റി, ഫോഴ്സ്, ഈ ക്വാണ്ടിറ്റീസ് മറ്റ് പല ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമുക്കറിയാമല്ലോ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. നമുക്കറിയാം പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ. അതുപോലെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഓരോ ഇക്വേഷൻസ്, പ്രഷറിന്റെ ഇക്വേഷനും ഡെൻസിറ്റിയുടെ ഇക്വേഷനും. അതുപോലെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണെന്നറിയോ? പ്രഷർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി അല്ല, അത് ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്? പ്രഷർ, ഫോഴ്സ്, ഏരിയ എന്നീ 2 ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി അല്ല? ഒരു ബേസ് ക്വാണ്ടിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി അല്ല, അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. കാരണം ഈ പ്രഷർ എന്ന് പറയുന്ന സാധനം ഫോഴ്സിനെയും ഏരിയയെയും ഡിപെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഗതി മാസിനെയും വോളിയത്തിനെയും ഡിപെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് പേര് പറയാം? ഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന പേര് പറയാം. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഈ ഫണ്ടമെന്റലിനും ഡിറൈവ്ഡ് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് ക്വാണ്ടിറ്റീസിന്റെ പേര് പറയാൻ പറ്റും. അപ്പൊ നോക്കിയാൽ മതി, ഒരു ക്വാണ്ടിറ്റി മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മറ്റൊരു ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് പേര് പറയണം? ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പേര് പറയണം. എന്നാൽ ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി മറ്റ് പല ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്യുന്നുവെങ്കിൽ എന്ത് പേര് പറയണം? ഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പേര് പറയണം.
ഇനി നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. കുറെ എക്സാമ്പിൾസ്, കുറെ ക്വാണ്ടിറ്റീസ് എടുക്കണം. ആ ക്വാണ്ടിറ്റീസ് എടുത്താൽ നമുക്ക് ഇതൊരു ടേബിളിൽ വരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെ വരും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആരൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ നോക്കിയാൽ മതി. മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ എന്ത് എഴുതണം? ഈ ഒരു പോർഷനിൽ എഴുതണം. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസ് അതാണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് എഴുതണം. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇവിടെ എല്ലാം ഓരോരോ സിമ്പിൾസ് പറയും. നിങ്ങൾ സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ സിമ്പിൾ കൊണ്ട് നമ്മൾ റെപ്രസെന്റ്, എപ്പോഴും നമ്മൾ മാസ് എന്നും ലെങ്ത് എന്നും ടൈം എന്നും പ്രഷർ എന്നും ഡെൻസിറ്റി എന്നും ഫോഴ്സ് ഒന്നും നമ്മൾ എപ്പോഴും എഴുതാറില്ല. നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ട് എഴുതാറുള്ളൂ. ഓരോ സിമ്പിൾസ് കൊടുത്ത് എഴുതും. സാധാരണ നമ്മൾ മാസിന് കൊടുക്കുന്ന സിമ്പിൾ എന്താണ്? എം ആണ്. അപ്പൊ ലെങ്തിന് കൊടുക്കുന്ന സിമ്പിൾ എന്താണ്? ലെങ്തിന് കൊടുക്കുന്ന സിമ്പിൾ നമ്മുടെ എൽ ആണ്, സ്മോൾ എൽ. ചിലപ്പോൾ ക്യാപിറ്റൽ എൽ കൊടുക്കാം. ഇനി ടൈമിന് കൊടുക്കുന്ന സിമ്പിൾ എന്താണ്? നമ്മൾ സ്മോൾ ടി കൊടുക്കും. അതുപോലെ നമുക്ക് ഇവിടെ എഴുതാം. പ്രഷറിന്റെ സിമ്പിൾ നമ്മൾ സാധാരണ നമ്മൾ പി കൊടുക്കാറുണ്ട്. ഡെൻസിറ്റിക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഡി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ സ്മോൾ ഡി കൊടുക്കും, അല്ലെങ്കിൽ റോ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുക്കും. ഇതെല്ലാം ഡെൻസിറ്റിയുടെ സിമ്പിൾ ആണ്. അതുപോലെ ഫോഴ്സിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് എഫ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സിമ്പിൾസ് ആണ്. സിമ്പിൾസ് മാത്രമല്ല, നമ്മുടെ ക്വാണ്ടിറ്റിയെ തിരിച്ചറിയുന്നത്, ഒരു ക്വാണ്ടിറ്റി നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ യൂണിറ്റിലൂടെയാണ്. ഒരു യൂണിറ്റ് അത്യാവശ്യമാണ്. നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഷുഗർ വേണം, അല്ലെങ്കിൽ റൈസ് വേണം. അപ്പൊ എത്ര റൈസ് അല്ലെങ്കിൽ എത്ര ഷുഗർ എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒരു യൂണിറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ 2 കിലോ അരി, അല്ലെങ്കിൽ ഒരു ½ kg ഷുഗർ. അപ്പൊ ½ kg, 2 kg. അപ്പൊ kg എന്ന് പറഞ്ഞ സംഗതി അവിടെ ഉണ്ട്. ഇപ്പൊ ആരെങ്കിലും ടൈം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ടൈം ഇത്രയാണ്, ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ്. അപ്പൊ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്ന കാര്യങ്ങളെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ടൈം പറയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ പറയുന്നതിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് കൂടി പറയണം. അപ്പൊ ഏത് ക്വാണ്ടിറ്റി ആണെങ്കിലും യൂണിറ്റ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്സിൽ, കെമിസ്ട്രിയിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിന് യൂണിറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് വാല്യൂ ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാം. ഞാൻ ഒരു മേശ എടുത്തിട്ട് ആ മേശയുടെ നീളം, അല്ലെങ്കിൽ മാർക്കർ എടുത്തിട്ട് ഇത് നീളം അളക്കാൻ പോവാം. ഇത് നീളം അളക്കുമ്പോൾ ഇപ്പൊ ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 9 സെന്റിമീറ്റർ. അപ്പൊ 9 10 മാത്രം പറഞ്ഞാൽ പോരാ, സെന്റിമീറ്റർ ഞാൻ വ്യക്തമായിട്ട് പറയണം. അപ്പൊ സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് അവിടുത്തെ യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് അത്യാവശ്യമാണ്. അപ്പൊ നമ്മള് ഒരു ക്വാണ്ടിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണെന്ത്? അതിന്റെ യൂണിറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. എക്സാമ്പിൾ, നമ്മൾ മാസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാസിന്റെ യൂണിറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കിലോഗ്രാമാണ്. പല യൂണിറ്റുകളുണ്ട്, ഞാൻ അതിലോട്ട് വരാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ കോമൺ ആയി സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. മാസിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ആണ്. അതുപോലെ ലെങ്തിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമ്മൾ സാധാരണ മീറ്ററും പറയും, സെന്റിമീറ്ററും പറയും. അത് അതിന്റെ നീളം അനുസരിച്ചിരിക്കും. ഇപ്പൊ ചെറിയ നീളമൊക്കെയാണ് നമ്മൾ സെന്റിമീറ്റർ പറയും. തൽക്കാലം ഞാൻ മീറ്റർ പറയാൻ പോവാം. കുറച്ച് നീളമുള്ള ഒരു ബോഡി എന്നിരിക്കട്ടെ. ഇപ്പൊ ഞാനൊരു റൂമിന്റെ ലെങ്ത് പറയാൻ പോവാം. അവിടെ സെന്റിമീറ്ററിനേക്കാൾ നല്ലത് മീറ്റർ പറയുന്നതായിരിക്കും. കാരണം കൂടുതലുണ്ടെങ്കിൽ മീറ്റർ ആയിരിക്കും എളുപ്പം. അതുപോലെ ടൈമിന് ഒരു കോമൺ യൂണിറ്റ് ആണ് സെക്കൻഡ്. ഇപ്പൊ ടൈമിന് കോമൺ യൂണിറ്റ് ആണ് സെക്കൻഡ്. നമുക്ക് അവർ പറയാം, മിനിറ്റ് പറയാം, സെക്കൻഡ് പറയാം. അപ്പോ നമ്മൾ പറയേണ്ട യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ഓക്കെ. ഇതൊക്കെ കിലോഗ്രാം പറഞ്ഞു, മീറ്റർ പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു. ഞാനിനി ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നോക്കൂ, പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ കുറെ കാര്യം പഠിക്കാനുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഫോഴ്സിന്റെ യൂണിറ്റ് പറയണം. ഫോഴ്സിന്റെ യൂണിറ്റ് പറയുമ്പോൾ പ്രശ്നമുണ്ട്. ഇവിടെ മാസിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഇനി വരുന്ന ക്വാണ്ടിറ്റി എന്താണ്? ആക്സലറേഷൻ ആണ്. ആക്സലറേഷന്റെ യൂണിറ്റ് നമുക്ക് എളുപ്പം പറയാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഈ ആക്സലറേഷൻ വന്നത് വേറൊരു ക്വാണ്ടിറ്റിയിൽ നിന്നാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട്.
ആ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കണം. എന്നാൽ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഒരു ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അതാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നോക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം. ആക്സിലറേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ വെലോസിറ്റി പറയാം. വെലോസിറ്റി പറയുമ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഞാൻ എഴുതി വെക്കാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ലെങ്ത് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയാം, എന്ത് വേണം നമുക്ക് പറയാം. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്, അപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ എന്താ എടുക്കുക? മീറ്റർ ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് എടുക്കുക. അപ്പൊ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ മീറ്റർ ഇടാൻ പോവാ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ നോക്കിയേ, ഡിവൈഡഡ് ബൈ ഇടത്തില്ലേ, ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പൊ നോക്കൂ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ, ടൈമിന്റെ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വെലോസിറ്റിയുടെ യൂണിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഞാൻ ഈ യൂണിറ്റ് കണ്ടുപിടിച്ചത് ഇക്വേഷനിലൂടെയാണ്. അപ്പൊ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോ നമുക്ക് അങ്ങനെ പഠിക്കണം. ഒരു ഇക്വേഷൻ ഒപ്പിച്ച് വെച്ചിട്ട്, ഇക്വേഷൻ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കണം. അപ്പൊ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ മാസിന്റെ യൂണിറ്റ് കിട്ടി കിലോഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റ് കിട്ടിയില്ല. ആക്സിലറേഷനെ കിട്ടിയില്ല, നമുക്ക് വെലോസിറ്റി ആണ് കിട്ടിയത്. ഇനി നോക്കൂ, ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവാ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചത് വെലോസിറ്റിയുടെയാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവാ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അതിന്റെ ഇക്വേഷൻ എടുക്കണം. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. നമുക്ക് നോക്കാം, വെലോസിറ്റി ബൈ ടൈം. നിങ്ങൾ നോക്കൂ, വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്നറിയാം. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ആക്സിലറേഷൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വെലോസിറ്റി ബൈ ടൈം ആണ് ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അത് ഇട്ട് കൊടുക്കുക, മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? വീണ്ടും ഒരു സെക്കൻഡ്. അപ്പൊ കണ്ടോ, ഈ സെക്കൻഡ് അങ്ങ് മേളി വരും. അപ്പോൾ എങ്ങനെ വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇനി ഫോഴ്സിന്റെ കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? മാസ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, കിലോഗ്രാം. ആക്സിലറേഷന്റെ എന്താണ്? ഇവിടെ കിട്ടി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. പക്ഷേ നമ്മൾ എപ്പോഴും കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാറില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ന്യൂട്ടൺ എന്ന് വേണം നമ്മൾ ഈ ഫോഴ്സിന്റെ യൂണിറ്റിനെ കാണിക്കാൻ. ഞാൻ ന്യൂട്ടൺ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ സിമ്പൽ കൊടുക്കാം ക്യാപിറ്റൽ എൻ. ഫുൾ നെയിം എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആ സയന്റിസ്റ്റിന്റെ പേര് NEWTON, ഇങ്ങനെ ക്യാപിറ്റൽ എൻ അല്ല. ഒരു സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയി ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി സ്മോൾ ലെറ്റർ ആയിരിക്കണം. അത് ഓർമ്മയിരിക്കണം. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. നമുക്കിനി ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും കൂടെ യൂണിറ്റ് ചെക്ക് ചെയ്യാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മളിപ്പോ ഫോഴ്സിന്റെ യൂണിറ്റ് പഠിച്ചു. ഫോഴ്സിന്റെ യൂണിറ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതാം, പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മളിപ്പോ പഠിച്ചു, എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ. അപ്പൊ ഞാൻ ന്യൂട്ടൺ എഴുതാൻ പോവുകയാണ്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്, ന്യൂട്ടൺ.
അപ്പൊ ഫോഴ്സിന് ന്യൂട്ടൺ കിട്ടി, ഡിവൈഡഡ് ബൈ ഏരിയ. നമുക്കറിയാം, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ടു ബ്രെഡ്ത്ത്. അപ്പൊ ഏരിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. നമ്മൾ ഇവിടെ പഠിച്ചു ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ഞാൻ ലെങ്തിന്റെ മീറ്റർ എഴുതാൻ പോവുകയാണ്. മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുന്നതും മീറ്റർ സ്കെയിൽ വെച്ചാണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡയമീറ്റർ, റേഡിയസ്, തിക്നെസ്, വിഡ്ത്ത്, ഇതെല്ലാം ഒരേ യൂണിറ്റ് ആണ്. അപ്പോ ബ്രെഡ്ത്തിന് ഉപയോഗിക്കാൻ പോകുന്ന യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇവിടെ മീറ്റർ 2 മീറ്റർ ആണ് വന്നിരിക്കുന്നത്, മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ 2 മീറ്റർ എന്ന് പറയരുത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ എന്ന് പറയണം. ഓർക്കണം, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇക്വേഷൻ. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. സോ മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. അപ്പോ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇനി ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സിന്റെ ന്യൂട്ടൺ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ. ഓർക്കുക, പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. നമ്മളിനി പഠിക്കും. ഇപ്പൊ ഈ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ കിടക്കുകയാണ്. ഡിനോമിനേറ്ററിൽ നമുക്കന്ന് മുകളിൽ കൊണ്ടുപോകാം, ന്യൂമറേറ്റർ കൊണ്ടുപോകാം. അപ്പൊ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോ ആദ്യം ന്യൂമറേറ്റർ കിടക്കുന്നത് അതവിടെ കിടക്കണം. ഇപ്പൊ ന്യൂട്ടൺ ആണ് എഴുതിയിരിക്കുന്നത്, ന്യൂട്ടൺ ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്, അത് ആദ്യം അവിടെ എഴുതി വെക്കണം, ന്യൂട്ടൺ. പിന്നെ ഈ മീറ്റർ സ്ക്വയർ മേളിൽ പോകുമ്പോൾ എങ്ങനെ വരും? മീറ്റർ സ്ക്വയർ മേളിൽ പോകുമ്പോൾ മീറ്റർ എഴുതിയിട്ട് ഈ സ്ക്വയറിന് മൈനസ് കൊടുക്കണം, സൈൻ മാറും. അപ്പൊ ഇത് വായിക്കുന്നത് എങ്ങനെ? n(-2) എന്ന് വായിക്കണം. n(-2). ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. നമ്മൾ ഇങ്ങനെയാണ് എഴുതി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ. പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n(-2) എന്ന് എഴുതാം. ന്യൂട്ടന് വേറെയും പ്രഷറിന് വേറെയും യൂണിറ്റ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ യൂണിറ്റ് ഉണ്ട്, പല യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു യൂണിറ്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, ഡെൻസിറ്റി. നോക്കൂ, ഇക്വേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അതാണ് ഇക്വേഷൻ. നമ്മളിപ്പോ പഠിക്കുന്നത് ഇക്വേഷനിൽ നിന്ന് യൂണിറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, എവിടെ? അണ്ടർ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മാസ് കിലോഗ്രാം. ഓർക്കണം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പൊ നോക്കൂ, ഡെൻസിറ്റി ഇക്വേഷൻ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ ഞാൻ മാസിന് കിലോഗ്രാം ഇട്ടു, ഞാൻ ഇക്വേഷൻ എഴുതാം, ക്വാണ്ടിറ്റി എഴുതാം. ഡെൻസിറ്റി ഞാൻ യൂണിറ്റ് എഴുതാൻ പോവുകയാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇക്വേഷൻ അറിയണം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH. ഓർമ്മയുണ്ടോ? LBH. ഇതാണ് വോളിയത്തിന്റെ ഇക്വേഷൻ. യൂണിറ്റ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ലെങ്തിന് യൂണിറ്റ് മീറ്റർ വരണം, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ വരണം, ഇൻറ്റു ബ്രെഡ്ത്തിന് അഗെയിൻ മീറ്റർ വരണം, മീറ്റർ ഇൻറ്റു ഹൈറ്റിനും അതേ യൂണിറ്റ് മീറ്റർ. അപ്പൊ നോക്കൂ, എത്ര മീറ്റർ വന്നു? 3 മീറ്റർ. m ഇൻറ്റു m ഇൻറ്റു m. അപ്പൊ m ഇൻറ്റു m ഇൻറ്റു m എത്രയാണ്? m³ ആണ്. m³. അപ്പോ നോക്കൂ, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വോളിയം യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഓർക്കണം, ഇതൊക്കെ ബേസ് യൂണിറ്റ്സ് ആണ്. ഏറ്റവും സ്മോളർ യൂണിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെങ്ത് മീറ്റർ, ഏരിയ മീറ്റർ സ്ക്വയർ,
വോളിയം മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മൾ അതും പഠിച്ചു. അപ്പൊ കിലോഗ്രാം ഡെൻസിറ്റി ഇക്വേഷൻ, മാസ് ഡിവൈഡ് ബൈ വോളിയം. മാസിന് ഞാൻ കിലോഗ്രാം ഇട്ടു, വോളിയം മീറ്റർ ക്യൂബ്. നമുക്ക് ഈ എഴുതിയിരിക്കുന്നത് പോലെ എഴുതാം. ഓർ കിലോഗ്രാം ന്യൂമറേറ്റർ ആണ്, അതവിടെ കിടക്കട്ടെ. ആദ്യം അങ്ങനെ എഴുതണം. ഈ മീറ്റർ ക്യൂബ് ഡിനോമിനേറ്ററിലാണ്, അതിനെ ഞാൻ മുകളിൽ കൊണ്ടുപോകുമ്പോഴാണ്. അപ്പൊ എങ്ങനെ എഴുതണം? എം റേസ് ടു മുകളിൽ പോകുമ്പോൾ അതിന്റെ സൈൻ മാറണം. എം ക്യൂബ് എന്നുള്ളത് എം റേസ് ടു -3 എന്ന് പറയണം. നോക്കൂ, മാസ് കിലോഗ്രാം, ലെങ്ത് മീറ്റർ, ടൈം സെക്കൻഡ്, ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് എന്തൊക്കെയാണ്? ഞാൻ 3 ക്വാണ്ടിറ്റീസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഞാൻ 3 എക്സാമ്പിൾസ് മാത്രമേ നിങ്ങൾക്ക് തന്നുള്ളൂ. പ്രഷർ, ഡെൻസിറ്റി, ഫോഴ്സ്. പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? Nm⁻². ഡെൻസിറ്റി മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, kgm⁻3. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോ അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പൊ നമ്മള് കുറച്ച് ക്വാണ്ടിറ്റീസും അത് ഫണ്ടമെന്റലും ഡിറൈവ്ഡ് വേണ്ടി ഡിവൈഡ് ചെയ്തു. അതിന്റെ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ്. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ.